ഹരേ രാമ ഹരേ രാമ. ഇന്ന് കർക്കിടകം 23. രാമഭക്തനായ വിഭീഷണന് ആശ്രിതവത്സലനായ ശ്രീരാമൻ അഭയം നൽകുകയും ലക്ഷ്മണനെ കൊണ്ട് ലങ്കാധിപതിയായി അഭിഷേകം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാം വിഭീഷണനെ ലങ്കാപതിയായി അഭിഷേകം ചെയ്ത് അവരുടെ കൂട്ടത്തിലൊരാളായി സ്വീകരിച്ചു. ഈ സമയത്ത് രാവണന്റെ ദൂതുമായി ശുഗൻ എന്ന രാക്ഷസൻ സുഗ്രീവന്റെ സമീപത്തെത്തുന്നു. ശുഗൻ സുഗ്രീവനോട് കിഷ്കിന്ധിലേക്ക് തിരിച്ചു പോകണമെന്ന് ഒരു ഭീഷണി സ്വരത്തിൽ പറയുന്നു. നീ രാവണന്റെ വാക്കുകൾ കേൾക്കൂ, അതായിരിക്കും നിനക്ക് നല്ലത്. ദേവാദികളാലും അപ്രാപ്യമാണ് ലങ്കാപുരി. അല്പന്മാരായ മനുഷ്യരെ കൊണ്ടും ദുർബലന്മാരായ വാനരന്മാരെ കൊണ്ടും എന്താണ് ചെയ്യാൻ കഴിയുക? ഇത് കേട്ട് സുഗ്രീവന്റെ വാനര സൈന്യം ചാടി എഴുന്നേറ്റ് ശുഗനെ മുഷ്ടിപ്രഹരം നടത്തി. പ്രഹരമേറ്റ അവശനായ ശുഗനെ വാനരന്മാരിൽ നിന്ന് ശ്രീരാമദേവൻ രക്ഷിച്ചു. ശുഗൻ ശ്രീരാമനോടും സുഗ്രീവനോടുമായി ചോദിച്ചു, ഞാൻ എന്താണ് രാവണനോട് പറയേണ്ടത്? ഉടൻ തന്നെ സുഗ്രീവൻ പറഞ്ഞു, ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടുപോയ ചോരനെ ഉറപ്പായും ഞങ്ങൾ നിഗ്രഹിക്കും. അത് വേണ്ട എങ്കിൽ ഉടൻ തന്നെ സീതാദേവിയെ ശ്രീരാമചന്ദ്രന് നൽകുക. ഇത് നീ ചെന്ന് രാവണനോട് പറയണം. ഉടനെ ശ്രീരാമദേവൻ വാനരന്മാരോട് പറഞ്ഞു, ശുഗനെ ബന്ധിക്കുക, ബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെ ശുഗനെ ബന്ധിച്ച് കൊണ്ടുചെന്നു. തുടർന്ന് ശ്രീരാമനും കൂട്ടരും ലങ്കയിലേക്ക് പോകാൻ സേതുബന്ധനം നടത്താൻ എന്താണ് മാർഗമെന്ന ആലോചനയിലാണ്. അതിനായി വരുണദേവന്റെ സഹായം തേടാൻ വാനരന്മാർ ശ്രീരാമനോട് പറഞ്ഞു. ഇത് കേട്ട് ശ്രീരാമൻ വരുണനെ പ്രത്യക്ഷപ്പെടുത്താൻ 3 ദിവസം അഘോരാത്രം ഉപവസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യക്ഷപ്പെടാത്ത വരുണന് നേരെ കോപിഷ്ഠനായ ശ്രീരാമൻ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ വരുണൻ പ്രത്യക്ഷപ്പെട്ട് ശ്രീരാമനെ ആഗ്നേയാസ്ത്രം ഉപയോഗിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. വരുണന് നേരെ പ്രയോഗിക്കാൻ ഒരുങ്ങിയ അസ്ത്രം വരുണന്റെ അഭ്യർത്ഥന പ്രകാരം ആഭീരമണ്ഡലത്തിൽ പ്രയോഗിക്കുന്നു. രാക്ഷസന്മാരാൽ വികൃതമാക്കപ്പെട്ട ആ പ്രദേശം ശ്രീരാമന്റെ അസ്ത്രപ്രയോഗത്താൽ അവിടം മനോഹരമായ ഒരു പ്രദേശമായി മാറി. സേതുബന്ധനത്തിന് വിശ്വകർമാവിന്റെ പുത്രനായ നളനെ നിയോഗിക്കാൻ വരുണൻ ശ്രീരാമനോട് പറഞ്ഞു. അദ്ദേഹം ഇവിടെ നിന്നുള്ള സേതുബന്ധനം പണിയട്ടെ, അദ്ദേഹത്താൽ സാധ്യമാണിത്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സേതുബന്ധനം നടത്തി ലങ്കയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞ് വരുണൻ അവിടെ നിന്ന് പോയി. അങ്ങനെ നളൻ എത്തിച്ചേർന്നു. മറ്റ് വാനരന്മാരെല്ലാം സേതുബന്ധനത്തിന് ആവശ്യമുള്ള സാമഗ്രികൾ ശേഖരിക്കാൻ തുടങ്ങി. മല, രാമനാഭം കുത്തിയ പാറ, തടി എന്നിവയെല്ലാം കൊണ്ട് 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള രാമസേതു നിർമ്മിച്ചു. ഈ സമയം ശ്രീരാമൻ സമുദ്രതീരത്ത് പരമശിവനെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തിയിരുന്നു. ആ സ്ഥലമാണ് ഇന്നത്തെ രാമേശ്വരം. സേതുബന്ധനം കണ്ട് രാമേശ്വരനെയും പൂജിക്കുന്നവർക്ക് ബ്രഹ്മഹത്യാദി പാപങ്ങൾ പോലും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. 5 ദിവസം കൊണ്ട് വാനരന്മാർ രാമസേതുവിന്റെ പണി പൂർത്തിയാക്കി. തുടർന്ന് ശ്രീരാമൻ ഹനുമാന്റെയും ലക്ഷ്മണൻ അംഗദന്റെയും തോളിലേറി വാനര സൈന്യത്തോടൊപ്പം രാമസേതുവിലൂടെ നടന്ന് ലങ്കയിലെ സുബേലാചലത്തിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോൾ ശ്രീരാമൻ രാവണദൂതനായ ശുഗനെ കെട്ടഴിച്ച് രാവണന്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടു. രാക്ഷസനാകുന്നതിന് മുമ്പ് ശുഗൻ വ്രതനിഷ്ഠയും ഉപവാസവുമായി കഴിഞ്ഞിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അപകീർത്തി ഉണ്ടാക്കാൻ വേണ്ടി വജ്രദംഷ്ട്രൻ എന്ന മഹാദുഷ്ടനായ നിശാചരൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അഗസ്ത്യമുനി ശുഗനെ കാണാനായി ശുഗന്റെ ഭവനത്തിലെത്തിയപ്പോൾ വജ്രദംഷ്ട്രൻ ആ അവസരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അഗസ്ത്യ മഹർഷി സ്നാനത്തിനായി നദിയിലേക്ക് പോയപ്പോൾ വജ്രദംഷ്ട്രൻ അഗസ്ത്യ മഹർഷിയുടെ വേഷം ധരിച്ച് ശുഗന്റെ അടുത്തെത്തി. ശുഗനോട് പറഞ്ഞു, എനിക്ക് കുറെ കാലമായി മനുഷ്യമാംസം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അത് നീ എനിക്ക് സാധിച്ചു തരണം. ശുഗൻ ഇത് തന്റെ പത്നിയോട് പറഞ്ഞു. പത്നി അത് ശിരസാവഹിച്ച് അതുപോലെ തന്നെ ചെയ്തു. സ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ അഗസ്ത്യൻ കാണുന്നത് തനിക്ക് വിളമ്പി വെച്ചിരിക്കുന്ന മനുഷ്യമാംസമാണ്. കോപം കൊണ്ട് ജ്വലിച്ച അദ്ദേഹം ശുഗനെ ശപിക്കുന്നു. നീ മനുഷ്യമാംസം ഭുജിക്കുന്ന രാക്ഷസനായി മാറട്ടെ. ശാപമോക്ഷത്തിനുള്ള വഴിയും അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തു. ത്രേതായുഗത്തിൽ മനുഷ്യനായി അവതരിക്കുന്ന ശ്രീരാമചന്ദ്രനും രാവണനും ഇടയിൽ ദൂതനായി നീ പോകും. അങ്ങനെ ശ്രീരാമനെ കുറിച്ച് രാവണനോട് തത്വോപദേശം നൽകും. അപ്പോൾ നിനക്ക് മോക്ഷം ലഭിക്കും. ഇന്നത്തെ കഥാസാരം ഇവിടെ നിർത്തുന്നു. ഹരേ രാമ ഹരേ രാമ.